സാങ്കേതിക തകരാറിനെ തുടർന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ഷൊർണൂരിൽ പിടിച്ചിട്ടതിന് പിന്നാലെ വൈകിയത് 12 ട്രെയിനുകൾ. തൃശൂരിലും ഷൊർണൂരിലും ഒറ്റപ്പാലത്തും യാത്രക്കാർ ദുരിതത്തിലായി. സംഭവത്തിൽ റെയിൽവേ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ആഭ്യന്തര അന്വേഷണം തുടങ്ങിയല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ വന്ദേ ഭാരതിന്റെ വൈകൽ വലിയ വാർത്തയായതാണ്. വൈകിട്ട് 5:30 പുറപ്പെടേണ്ട വന്ദേ ഭാരത് 3 മണിക്കൂറോളം വൈകിയാണ് ഷൊർണൂരിൽ നിന്ന് യാത്ര തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെയാണ് ഇതിലുണ്ടായത്. അതിനു പിന്നാലെ 12ഓളം ട്രെയിനുകൾ വലിയ രീതിയിൽ വൈകലുണ്ടായി. ഇത്രയും ട്രെയിനുകളുടെ വൈകലുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ട്രെയിനുകളടക്കം ഉണ്ടായിരുന്നു. ഡൽഹിയിലേക്ക് അടക്കം പോകുന്ന ട്രെയിനടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രി കേസുകൾക്ക് വേണ്ടി അത്യാവശ്യമായി എത്തിച്ചേരേണ്ട ആളുകളോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ പ്രയാസം ഈ വന്ദേ ഭാരതിന്റെ വൈകൽ മൂലം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇത്തരത്തിലുള്ള യാത്രക്കാരുടെ സൗകര്യാർത്ഥം കൂടുതൽ സ്റ്റോപ്പുകൾ വന്ദേ ഭാരത് ഇന്നലെ അനുവദിച്ചിരുന്നു. പ്രത്യേകിച്ച് അങ്കമാലി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ റെയിൽവേ നടത്തിയിരുന്നു. അതുമാത്രമല്ല, വളരെ വേഗത്തിലാണ്, സാധാരണ പോകുന്നതിൽ വേഗത്തിലാണ് വന്ദേ ഭാരത് ഇന്നലെ സർവീസ് നടത്തിയത് എന്നും റെയിൽവേ അറിയിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ റെയിൽവേ ഒരു ആഭ്യന്തര അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് എന്താണ് വന്ദേ ഭാരത് പോലെ ഇത്രമേൽ പ്രാധാന്യം നൽകുന്ന ഒരു അതിവേഗ ട്രെയിനിന് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ റെയിൽവേ ആരംഭിച്ചു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് ട്രെയിൻ എത്തിയപ്പോൾ തന്നെ അത് പരിശോധിക്കുന്നതിന് വേണ്ടി, അതിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും റെയിൽവേ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്ര സങ്കീർണമായിട്ടുള്ള ഒരു സാങ്കേതിക പ്രശ്നം വന്ദേ ഭാരതിനെ പിടിപെടുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.